ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ ഹാഗാറിന്റെ കണ്ണുകൾ തുറന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. പഴയ നിയമത്തിൽ ഒരിടത്തും കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നതായി നാം വായിക്കുന്നില്ല. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും അന്ധരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതായി നാം വായിക്കുന്നില്ല. പലരുടെയും മനസ്സിന്റെ കണ്ണുകളും ആത്മീയ കണ്ണുകളും കർത്താവ് തുറന്നിട്ടുണ്ട്. അവൻ ആദ്യം ആദാമിന്റെയും ഹവ്വയുടെയും കണ്ണുകൾ തുറന്നു. രണ്ടാമതായി അവൻ ഹാഗാറിന്റെ കണ്ണുകൾ തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. അതിന്റെ മധുരമുള്ള വെള്ളം കൊണ്ട് തന്റെ മകന്റെ ദാഹം ശമിപ്പിച്ചു. അതുപോലെ ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നാൽ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്തായ അത്ഭുതങ്ങളും നീരുറവകളും നിങ്ങൾ കാണും. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യവും സഹായവും അത്ഭുതങ്ങളും അടുത്തടുത്തായിരിക്കും. എന്നാൽ ലോകത്തിന്റെ ഭാരങ്ങളും കരുതലുകളും നിങ്ങളുടെ ഹൃദയത്തെ തടസ്സപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയുകയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കർത്താവിലേക്ക് നോക്കുക, നിങ്ങളുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക്. അതെ, നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ദൈവം നിങ്ങളോട് സ്നേഹവും കരുതലും പരിഗണനയും ഉള്ളവനാണ്. ഫെലിസ്ത്യരെ തോൽപ്പിച്ച ശേഷം ശിംശോന് ദാഹം അനുഭവപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അങ്ങനെ ദൈവം ലോഹിയിലെ പൊള്ളയായ സ്ഥലം പിളർന്നു, വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ചു, അവന്റെ ആത്മാവ് മടങ്ങി വന്നു, അവൻ പുനർജീവിപ്പിച്ചു എന്ന്. ഇത് ന്യായാധിപന്മാർ 15 അധ്യായം 19 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മാറയിലെ കൈപ്പേറിയ വെള്ളത്തിന് മധുരം പകരുന്ന ആ മരം അടുത്തടുത്തായിരുന്നു. എന്നാൽ മോശയ്ക്ക് അത് അറിയില്ലായിരുന്നു. കർത്താവ് മോശയുടെ കൺകൾ തുറന്നപ്പോൾ അവൻ ആ അത്ഭുത വൃക്ഷം കണ്ടു. അവൻ അതിനെ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അബ്രഹാം തന്റെ മകനെ മോറിയാമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ യാഗത്തിന് പകരമായി കർത്താവ് ഒരു കുഞ്ഞാടിനെ കൽപ്പിച്ചു. ആട്ടുകൊറ്റൻ അവിടെ ഉണ്ടായിരുന്നിട്ടും അബ്രഹാം അതറിഞ്ഞില്ല. എന്നാൽ കണ്ണു തുറന്നപ്പോൾ കൊമ്പിൽ കുടുങ്ങിയ ആട്ടുകൊറ്റനെ കണ്ടു. മകനു പകരം അതിനെ ഹോമയാഗമായി അർപ്പിച്ചു. ഇന്ന് നിങ്ങൾക്കായി ഒരു ജലധാര തുറന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഇമ്മാനുവേലിന്റെ മുറിവുകൾ കാണുക. സെക്കരിയാവ് 13:1 കാണുന്നത് പോലെ ആ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന്റെ ഉറവ നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നു. നിങ്ങൾക്ക് നിത്യമരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും രക്ഷ നേടാം. നീരുറവ മാത്രമല്ല, ജീവന്റെ നദിയും നിങ്ങൾ കാണും. അത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞ ജീവജലത്തിന്റെ ശുദ്ധമായ നദിയാണ്. ആ നദിയിലൂടെ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ വചനവും അറിവിന്റെ വചനവും വെളിപ്പാടിന്റെ ദാനവും ലഭിക്കും. അത് നിങ്ങൾക്ക് ആത്മീയ ദാനങ്ങളും ശക്തികളും നൽകുമെന്ന് 1 കൊരിന്ത്യർ 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, ഈ സമ്മാനങ്ങൾ നിങ്ങളുടെ ആത്മീയ കണ്ണുകളായി മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെരമ്യാവ് 33 അധ്യായം 3 വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 105, 106 അധ്യായങ്ങൾ, വൈകുന്നേരം 1 കൊരിന്ത്യർ 3 അധ്യായം. ആമേൻ.